വാക്യത്തിന്റെ ട്രാൻസ്ലേഷനിൽ നിന്ന് മാറി ഞാൻ വേറൊരു ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാം. മറ്റൊരു ട്രാൻസ്ലേഷൻ ഇപ്രകാരമാണ്: കർത്താവേ, അങ്ങയെ പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെ പറ്റിയും കേട്ട് ഞാൻ ഭയപ്പെടുന്നു. കർത്താവേ, അങ്ങയെ പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെ പറ്റിയും കേട്ട് ഞാൻ ഭയപ്പെടുന്നു. ഇനി നോക്കിയേ, ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തിയെ ആവർത്തിക്കണമേ. ഇതാണ് മറ്റൊരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ച് കേൾപ്പിക്കുക. ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തിയെ ആവർത്തിക്കണമേ. സോ നമ്മൾ വായിച്ച വാക്യപ്രകാരമാണ്: ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഈ ട്രാൻസ്ലേഷന്റെ അത് കുറച്ചുകൂടെ നമുക്ക് ഒന്ന് ഇത് തന്നെയാണ്, രണ്ടും ആശയം ഒന്നാണെങ്കിൽ പോലും കുറച്ചുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി ഈ ഒരു ട്രാൻസ്ലേഷൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്: ഞങ്ങളുടെ നാളുകളിൽ നിന്റെ പ്രവൃത്തിയെ ആവർത്തിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ നാളുകളിൽ നിന്റെ പ്രവൃത്തിയെ ആവർത്തിക്കണമേ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ നാളുകളിൽ ദൈവമേ അങ്ങയുടെ പ്രവൃത്തിയെ ആവർത്തിക്കണമേ. നമുക്കൊരു വിടുതലുണ്ടെന്ന്, നമുക്കൊരു വിമോചനമുണ്ടെന്ന്, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് പ്രവചിച്ച് നിർത്തുകയല്ല. ദൈവമേ, ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തിയെ വീണ്ടും ആവർത്തിക്കണമേ. എത്ര പേർക്ക് ഇന്ന് പകരം കൊതിയുണ്ട്? എന്റെ ദൈവമേ, എന്റെ നാളുകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവനൊന്ന് ആവർത്തിക്കണമേ. എന്റെ ഈ ആയുസ്സിൽ അങ്ങയുടെ പ്രവൃത്തി ഒന്ന് ആരംഭിക്കണമേ. എന്റെ ഈ വർഷത്തിൽ എന്റെ ദൈവമേ അങ്ങയുടെ പ്രവൃത്തിയെ ഒന്ന് ആവർത്തിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കേൾവി കേട്ട് ഞാൻ ഭയപ്പെട്ടു പോയി. ആമേൻ. നമ്മുടെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവജനം വളരെ വ്യക്തമായി പറയുന്നു എന്തിനെ ഭയപ്പെടണം, എന്തിനെ ഭയപ്പെടരുതെന്ന് വളരെ വ്യക്തമായി വചനം നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടണം. സ്തോത്രം. ആമേൻ. ചിലർക്ക് തിരിച്ചാണ് പിശാചിനെ ഭയപ്പെടുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു ചിന്തയാണ് പലർക്കുമുള്ളത്. എന്നാൽ ദൈവത്തെ ഭയപ്പെടുകയും പിശാചിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യണമെന്ന് ദൈവജനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. 2 സങ്കീർത്തനം 11 വാക്യത്തിൽ പറയുന്നു: ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. 111 സങ്കീർത്തനം 1 വാക്യം പറയുന്നു: യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ അങ്ങനെയുള്ളവർക്ക് 3 അനുഗ്രഹം പറയുന്നു: അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവൻ ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. ഒരു നാളും അവൻ കുലുങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അവൻ ദൈവം നിങ്ങൾക്ക് തരുന്ന പ്രോമിസ്: നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നിന്റെ സന്തതി നടന്നു പോകുമെന്നല്ല, അവൻ ബലപ്പെട്ടിരിക്കും. ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും. ഒരു നാളും നീ കുലുങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭയപ്പെടുവാൻ യോഗ്യനാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകണം. അതിനുവേണ്ടി ഈ വാക്യം വായിക്കുന്നത്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-17 പറയുന്നു: അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവരെ പോലെ അവന്റെ കാൽക്കൽ വീണു. നീ നോക്കിയേ, ആരെ കുറിച്ചാണ് പറയുന്നത്? യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ സപ്തമഹിമാ വിഭൂഷനായ കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യോഹന്നാൻ യഹോവയായ യേശു കർത്താവിനെ കണ്ടു. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടിട്ട് അവൻ മരിച്ചവനെ പോലെ യോഹന്നാൻ അവന്റെ കാൽക്കൽ വീണു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ യോഹന്നാൻ ആരായിരുന്നു? യോഹന്നാൻ ആരായിരുന്നു? യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന വ്യക്തിയാണ് യോഹന്നാൻ. മറുരൂപമലയിൽ യേശുവിന്റെ തേജസ്കരണം തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടവനാണ് യോഹന്നാൻ. യേശുവിന്റെ അത്ഭുതങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചവനാണ് യോഹന്നാൻ. എന്നാൽ യോഹന്നാൻ ഇപ്പോൾ യേശുവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ ഭയപ്പെട്ട് അവന്റെ കാൽക്കൽ വീഴണമെങ്കിൽ എന്താ കാരണം? അന്ന് ഞാൻ കണ്ട യേശുവല്ല ഇന്ന് എന്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. അവന്റെ രൂപം കണ്ടെത്താൻ ഭയപ്പെട്ടു പോയി. അവിടെ
അഗ്നി ജ്വാലയ്ക്കൊത്തതും താൻ ഉലയിൽ ചുട്ടും പഴുപ്പിച്ചതിന് സദൃശമായിരുന്നു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. അവന്റെ കയ്യിൽ 7 നക്ഷത്രം, അവൻ വായിൽ നിന്ന് മൂർച്ചയേറെ ഇരുവായി തന്നെയുള്ള വാൾ പുറപ്പെടുന്നു. മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. ഇത് കണ്ടാൽ ആരാ ബോധം കെട്ട് പോകുന്നില്ലേ? യോഹന്നാൻ ബോധം കെട്ട് തന്റെ കാൽക്കൽ വീണു. ഇന്ന് പകലൊരു കാര്യം പറയാ, എന്റെ ദൈവം ഭയപ്പെടുവാൻ യോഗ്യനാണ്. ആ മഹാദൈവത്തെ സ്നേഹത്തിന് അധിഷ്ഠിതമായ ഒരു ഭയത്തോടെ ദൈവത്തെ ഒന്ന് സ്നേഹിക്കാമോ? ദൈവത്തെ ആരാധിക്കാമോ? ദൈവത്തെ സഹായിക്കാൻ വിശ്വസ്തനാണ്. നമുക്ക് പറയുക, കർത്താവേ, ഞങ്ങളുടെ നാളുകളിൽ അങ്ങനെ പ്രവൃത്തി വീണ്ടും ഒന്ന് ആവർത്തിക്കണമേ. ഞങ്ങളുടെ നാളുകളിൽ അങ്ങനെ പ്രവൃത്തി ഒന്ന് ആരംഭിക്കണമേ, വീണ്ടും ആവർത്തിക്കണമേ. ഈ 2026 നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്റെ ജീവിതത്തിൽ അങ്ങനെ പ്രവൃത്തി ഒന്ന് ആവർത്തിക്കണമേ. നമ്മൾ ഒത്തിരി ടെൻഷൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. ജോലിയെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടായിരിക്കാം, കുടുംബത്തെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടായിരിക്കാം, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക തലങ്ങളെ കുറിച്ചുള്ള പക്ഷേ ടെൻഷൻ ആയിരിക്കാം. ഇന്ന് മുതൽ ദൈവത്തിന്റെ